റിഗർ ട്രെയിനിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 22ാമത്തെ പാർട്ടാണ്. ഇതിനു മുമ്പ് 21 പാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, അത് കാണണം. അതുപോലെ നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യൻ ആൻസറാണ് ചെയ്യുന്നത്, 150ഉം അതേപോലെ 151. ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിൽ കിടക്കാം. 151ാമത്തെ ക്വസ്റ്റ്യനാണ്. റെഫർ ടു ഗ്രാഫിക് ആൻഡ് ദ ടേബിൾ വാട്ട് ഡയമീറ്റർ ഓഫ് സ്ലിംഗ് ഈസ് റിക്വയർഡ് ഫോർ ദി ലോഡ് ഷോൺ. ഇത് സ്ലിങ്ങിൻ്റെ ഡയമീറ്ററാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്: എ 1 ഇഞ്ച്, ബി 7/8, സി 3/4, ഡി 5/8. സ്ലിംഗ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 6x19 ആണ്. അതുപോലെ ഇത് ഫ്ലെക്സിബിൾ ലോഡാണ്. അപ്പോൾ ഇതിനൊരു കാൽക്കുലേഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 10 ടണ്ണാണിത്. സ്ലിംഗ് ചാർട്ടിലെല്ലാം വരുന്നത് LBS ആയതിൻ്റെ പേര് നമ്മൾ ഫസ്റ്റായിട്ട് ഈ ടണ്ണിനെ നമ്മൾ LBS ആക്കണം. അതിന് ശേഷമാണ് നമ്മുടെ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് സ്ലിംഗ് ആണ് ഇതിന് ഉപയോഗിച്ചേക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 10 ടണ്ണാണ് ആ ലോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളാദ്യം 10,000 എന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ LBS ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ LBSൻ്റെ ഫോർമുലയാണ് 2.2 ആണ്. 1 കിലോയ്ക്ക് LBS ആകുമ്പോൾ 2.2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 10,000 ഗുണനം 2.2 സമം. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന ടണ്ണിനെ നമ്മൾ LBS ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 22,000 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ആ 22,000-നെ ഫ്ലെക്സിബിൾ ലോഡിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. ആ ഫ്ലെക്സിബിൾ ലോഡിൻ്റെ ഫോർമുലയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സ്ലിംഗ് ചാർട്ടിൽ ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ ഫ്ലെക്സിബിൾ ലോഡിൻ്റെ ഫോർമുല കിട്ടും. ഇപ്പോൾ നമുക്കുള്ളത് 3 ലെഗ് ബ്രിഡിലാണ്. അപ്പോൾ 3 ലെഗ് ബ്രിഡിലിൻ്റെ ഫോർമുലയാണ് 1.5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതിനെ 22,000 ഡിവൈഡ് 1.5 സമം 14,666 നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ. 14,666. അപ്പോൾ ഇത് നമുക്ക് ഇനി നോക്കാനുള്ളത് 6x19 IPS FCയുടെ സ്ലിംഗ് ചാർട്ടിൽ പോയിട്ട് വേണം നമുക്ക് നോക്കാനുള്ളത്. 14,666 60 ഡിഗ്രിയിൽ വരുമ്പോൾ അതിന് നേരെ വരുന്ന സ്ലിംഗ് ഏതാണെന്ന് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. സ്ലിംഗ് ചാർട്ട് എടുത്തിട്ടുണ്ട്. 6x19 ആണ്. നമ്മുടെ ആൻസർ 14,666 ആണ്. 60 ഡിഗ്രിയാണ്. 11,400 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 16,500 ആണ്. ഈ 16,500 നേരെ വരുന്നതാണ് 3/4 ആണ്. അപ്പോൾ അത് നോക്കാം. 14,666 നമുക്ക് വേണ്ടത്. ഇപ്പോൾ വന്നിരിക്കുന്നത് 16,500 ആണ്. ഈ 16,500 നേരെ വരുന്ന 3/4 ആണ്. നമ്മുടെ ആൻസർ 3/4 ആണ്. നമ്മുടെ ആൻസർ സി ആണ്, 3/4 ആണ് കറക്റ്റായ ആൻസർ. 151ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റെഫർ ടു ഗ്രാഫിക് ആൻഡ് ദ ടേബിൾ വാട്ട് ഡയമീറ്റർ ഓഫ് സ്ലിംഗ് ഈസ് റിക്വയർഡ് ഫോർ ദി ലോഡ് ഷോൺ. ഇതും സ്ലിങ്ങിൻ്റെ ഡയമീറ്റർ കാണാനാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: എ 1/2 ഇഞ്ച്, ബി 3/4, സി 7/8, ഡി 1 ഇഞ്ച്. സ്ലിംഗ് ചാർട്ട് 6x19 IPS FC ആണ്. ലോഡ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട് 10,000 LBS ആണ്. ഇത് കൊടുത്തേക്കുന്ന ചോക്കറാണ്. 60 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. നമുക്കാദ്യം ചെയ്യാനുള്ളത് ഈ 10,000 LBSനെ ചോക്കറിൻ്റെ ഫോർമുല വെച്ച് ഡിവൈഡ് ചെയ്യണം. ചോക്കറിൻ്റെ ഫോർമുലയാണ് 0.75 ആണ്. ഇത് കഴിഞ്ഞ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതുകൊണ്ട് ആ വീഡിയോ കാണണം. അതുപോലെ ഈ ചാനൽ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. 10,000 ഡിവൈഡ് 0.75 സമം 13,333. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് 13,333 60 ഡിഗ്രി വരുന്നതിന് അതിന് നേരെയുള്ള സ്ലിംഗ് ഏതാണെന്ന് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്ലിംഗ് ചാർട്ട് എടുത്തിട്ടുണ്ട്. 6x19 IPS FC ആണ്. ഇവിടുണ്ട് 13,333.
60 ഡിഗ്രി 1333. 16,500 ഉണ്ട്. 16,500 നേരെ പോകുന്ന 3/4 തന്നെയാണ്. നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയത് 16,500 കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടിയിരുന്ന 13,333. അപ്പോൾ 11,400 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 16,500 അപ്പോൾ നമ്മൾ അതിന് നേരെ വരുന്നതാണ് നമ്മുടെ സ്ലിങ്. 3/4 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ബി ആണ് കറക്റ്റ് ആൻസർ, 3/4. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.